ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം സത്യപരാക്രമശാലിയായ അംഗ മഹാരാജാവിന് എന്തുകൊണ്ടാണ് വേനനെ പോലെ ഒരു ദുഷ്ടനായിട്ടുള്ള മകൻ ജനിച്ചത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് പറഞ്ഞു തുടങ്ങുന്നത്. 25-ാമത്തെ ശ്ലോകം. അംഗഃ അശ്വമേധം അംഗോ അശ്വമേധം രാജർഷിഃ ആജഹാര രാജർഷിരാജഹാര മഹാക്രതും ന ആജഗ്മുഃ ദേവതാഃ തസ്മിൻ ആഹൂതാ ന ആജഗ്മുർദേവതാ തസ്മിന്നാഹൂതാ ബ്രഹ്മവാദിഭിഃ. രാജർഷിഃ അംഗഃ, രാജർഷിയായിട്ടുള്ള, ഒരേ സമയം രാജാവും അതേസമയം ഋഷിതുല്യനായ ആളുമായ അംഗൻ, അശ്വമേധം മഹാക്രതും, അശ്വമേധം എന്ന മഹായാഗത്തെ ആജഹാര ചെയ്തു. എന്നാൽ തസ്മിൻ, അതിൽ, ദേവതാഹ, ആ അശ്വമേധയാഗത്തിലേക്ക് വിളിച്ചു വരുത്തിയ ദേവന്മാർ, ഈ ദേവന്മാർ ആരാലാണ് വിളിക്കപ്പെട്ടത്? അവിടെ യജ്ഞത്തിന് വന്ന ബ്രഹ്മവാദിഭിഹി, വേദജ്ഞരായ ബ്രാഹ്മണന്മാരാൽ ആഹൂതാഹ, വിളിക്കപ്പെട്ടിട്ട് പോലും, അവരാൽ മന്ത്രം കൊണ്ട് ആമന്ത്രിതരായിട്ട് പോലും ഈ ദേവതാഹ, ദേവന്മാർ, ന ആജഗ്മുഹു, വന്നില്ല. ഇത്രയും നല്ല ഒരു രാജാവ്, അദ്ദേഹം അശ്വമേധയാഗം നടത്തിക്കൊണ്ടിരിക്കുകയും ദേവതമാരെ ആ യജ്ഞത്തിലേക്ക് വിളിച്ചുവെങ്കിൽ പോലും, അതും ബ്രഹ്മജ്ഞരായ മുനിമാരാലാണ് വിളിച്ചത്, എന്നിട്ട് പോലും അവരാരും വന്നില്ല. അംഗോശ്വമേധം രാജർഷിരാജഹാര മഹാക്രതും നാജഗ്മുർദേവതാ തസ്മിന്നാഹൂതാ ബ്രഹ്മവാദിഭിഃ. 26-ാമത്തെ ശ്ലോകം. തം ഊചുഹു തമൂചുർവിസ്മിതാഃ തത്ര തമൂചുർവിസ്മിതാസ്തത്ര യജമാനം അധ ഋത്വിജഃ യജമാനമധർത്വിജഃ ഹവീംഷി ഹൂയമാനാനി ന തേ ഗൃഹ്ണന്തി ദേവതാഃ. അധ, ഈ ഒരു കാര്യത്തിൽ, തത്ര, അതിൽ, വിസ്മിതാഹ, അത്ഭുതം തോന്നിയ, ഋത്വിജഃ, ആ ഋത്വിക്കുകൾ, യജമാനം, യാഗം ചെയ്യാൻ യജമാനനായിട്ടിരിക്കുന്നത് അംഗരാജാവാണ്. അങ്ങനെ യജമാനനായ തം, അദ്ദേഹത്തോട്, ഊചുഹു, ഇപ്രകാരം പറഞ്ഞു. ദേവതാഹ, ദേവന്മാർ, ഹൂയമാനാനി, ഹോമിക്കപ്പെടുന്ന, തേ ഹവീംഷി, അങ്ങയുടെ ഹവിസ്സുകളെ, ന ഗൃഹ്ണന്തി, സ്വീകരിക്കുന്നില്ല. എന്തോ ഒരു കാരണത്താൽ ദേവന്മാർ ഇവിടെ വന്ന് ആ ഹവിസ് സ്വീകരിക്കുന്നില്ല എന്ന കാര്യം ഈ ഋത്വിക്കുകൾ അംഗരാജാവിനെ അറിയിച്ചു. തമൂചുർവിസ്മിതാസ്തത്ര യജമാനമധർത്വിജ ഹവീംഷി ഹൂയമാനാനി ന തേ ഗൃഹ്ണന്തി ദേവതാഃ. അപ്പോൾ ഋത്വിക്കുകൾ ഇത് തങ്ങളുടെ ദോഷമല്ല എന്ന് സമർത്ഥിക്കുകയാണ്. 27-ാമത്തെ ശ്ലോകം. രാജൻ ഹവീംഷി അദുഷ്ടാനി ഹവീംഷ്യദുഷ്ടാനി ശ്രദ്ധയാ അസാദിതാനി ശ്രദ്ധയാ അസാദിതാനി തേ ഛന്ദാംസി അയാതയാമാനി ഛന്ദാംസ്യയാതയാമാനി യോജിതാനി ധൃതവ്രതൈഹി. ഹേ രാജൻ, തേ ഹവീംഷി, അങ്ങേക്കു വേണ്ടി ഞങ്ങൾ അർപ്പിക്കുന്ന ഹവിസ്സുകൾ, ശ്രദ്ധയാ അസാദിതാനി,
ശ്രദ്ധയോടെ തയ്യാറാക്കപ്പെട്ടവയാണ്. അദുഷ്ടാനി, ഒരു ദോഷവും ഇല്ലാത്തതാണ്. ഇനി ഞങ്ങൾ ചൊല്ലുന്ന ഛന്ദാംസി വേദമന്ത്രങ്ങൾ അയാതയാമാനി, സ്വരവർണ്ണങ്ങൾക്ക് പിഴ വരാതെ ചൊല്ലുന്നതാകയാൽ അതിൻ്റെ അവീര്യമൊന്നും കെട്ടുപോയിട്ടില്ല. അപ്പോൾ എല്ലാം ശുദ്ധിയോടുകൂടെയാണ് ചെയ്യുന്നത്. ഇനി ഞങ്ങളാകട്ടെ ധൃതവ്രതാഹ, ഞങ്ങൾ ധൃതമെന്നാൽ ധരിക്കുക, വ്രതം എടുത്ത് എല്ലാ ദീക്ഷയോടും കൂടെ ഇരിക്കുന്നവരാണ്. ഇങ്ങനെ ധൃതവ്രതൈഹി, വ്രതമെടുത്ത് ചെയ്യുന്ന ഞങ്ങളാൽ യോജിതാനി, പ്രയോഗിക്കപ്പെട്ടതാണ്. അതായത് ഒരു യാഗം ചെയ്യുമ്പോൾ എന്തൊക്കെ നിയമങ്ങൾ പാലിക്കണമോ അതെല്ലാം ഞങ്ങൾ ചെയ്തിട്ട് തന്നെയാണ് ഇത് അർപ്പിക്കുന്നത്. എന്നിട്ടും എന്തുകൊണ്ടോ ദേവന്മാർ ഇത് വന്ന് സ്വീകരിക്കുന്നില്ലല്ലോ. രാജൻ ഹവീംഷദുഷ്ടാനി ശ്രദ്ധയാ സാധിതാനി തേ ഛന്ദാംസ്യയാതയാമാനി യോജിതാനി ധൃതവ്രതൈഹി. 28ാമത്തെ ശ്ലോകം. ന വിദാമഹേ ദേവാനാം ഹേലനം വയം അണു അപി യത് ന ഗൃഹ്ണന്തി യന്ന ഗൃഹ്ണന്തി ഭാഗാൻ സ്വാൻ യേ ദേവാഹ കർമ്മസാക്ഷിണഃ. കർമ്മസാക്ഷിണഃ, നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും സാക്ഷികളാണ് ദേവന്മാർ. അങ്ങനെയുള്ള ദേവന്മാർ, ദേവാഹ യേ, ആരെല്ലാമാണോ അവരൊക്കെയാണ് ഈ ഹവിസ് സ്വീകരിക്കേണ്ടത്. പക്ഷേ അവർ സ്വാൻ, അവർക്കവർക്കുള്ള, തങ്ങൾക്കുള്ള ഭാഗാൻ, ഈ ഹവിർഭാഗങ്ങളെ യത് ന ഗൃഹ്ണന്തി, എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ലയോ എന്നത് ഇഹ, ഇവിടെ. ഇനി ദേവാനാം, ദേവന്മാർക്ക് നേരെ അവർക്ക് എന്തെങ്കിലും ഒരു മുഷിവ് തോന്നത്തക്ക വിധത്തിൽ ഹേളനം, എന്തെങ്കിലും അവഹേളനം സംഭവിച്ചുവോ ഒന്നും മനസ്സിലാകുന്നില്ല. വയം, അതിനെക്കുറിച്ച് ഞങ്ങൾ അണു അപി, കുറച്ചുപോലും ന വിദാമ, അറിയാൻ ശക്തരാകുന്നില്ല. ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. എല്ലാം അതിൻ്റെ കൃത്യമായ രീതിയിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. അങ്ങാകട്ടെ, യജമാനനായ അങ്ങാകട്ടെ രാജർഷിയാണ്. ഇതെല്ലാം ഒത്തുവന്നിട്ടും എന്തുകൊണ്ടാവാം ഈ ദേവന്മാർ ഇത് സ്വീകരിക്കാത്തത് എന്നറിയാൻ ഞങ്ങൾ ശക്തരാകുന്നില്ല. ന വിദാമഹേ ദേവാനാം ഹേളനം വയമണ്വപി യന്ന ഗൃഹന്തി ഭാഗാൻ സ്വാൻ യേ ദേവാ കർമ്മസാക്ഷിണഃ. 29ാമത്തെ ശ്ലോകം. അംഗഃ, അംഗോ ദ്വിജവചഃ ശ്രുത്വാ യജമാനഃ സുദുർമനാഃ തത്പ്രഷ്ടും വ്യസൃജത് വാചം സദസ്യാൻ തദനുജ്ഞയാ. യജമാനഃ അംഗഃ, യജമാനനായ ആ അംഗരാജാവ്, ദ്വിജവചഃ, ഇങ്ങനെ ഋത്വിക്കുകളായ ബ്രാഹ്മണന്മാരുടെ വാക്കിനെ ശ്രുത്വ, കേട്ടിട്ട്, സുദുർമനാഹ, വളരെയധികം ദുഃഖിതനായി. ആർക്കായാലും ദുഃഖമുണ്ടാകും. നമ്മൾ വളരെ പ്രതീക്ഷയോടെ ഒരു വഴിപാട് കഴിച്ചിട്ട് ദൈവജ്ഞനായിട്ടുള്ള ഒരു ജ്യോത്സ്യൻ നിങ്ങളുടെ വഴിപാടുകളൊന്നും ഈശ്വരൻ സ്വീകരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് എന്തുമാത്രം വിഷമമുണ്ടാകും. അപ്പോൾ അതേ രീതിയിലാണ് ഇവിടെ ഒരു അശ്വമേധയാഗത്തിൽ അർപ്പിക്കുന്ന ഹവിസ്സുകൾ സ്വീകരിക്കാൻ ദേവന്മാർ വന്നിട്ടില്ല എന്നറിഞ്ഞപ്പോൾ അത്രയും അദ്ദേഹത്തിന് ദുഃഖമുണ്ടായി. അപ്പോൾ ഇതിനെക്കുറിച്ച് അവിടെ വന്നിരിക്കുന്ന പണ്ഡിതന്മാരായ സദസ്സിലുള്ള ആർക്കെങ്കിലും അറിയാമോ എന്ന് ചോദിക്കാനായിട്ട് സദസ്യാൻ, അവിടെ കൂടിയിരിക്കുന്ന സദസ്യന്മാരോട്, അവർ സാധാരണക്കാർ ആയിരിക്കില്ല, അവർക്കും പല കാര്യങ്ങളിലും അറിവുള്ളവരായിരിക്കും. അതുകൊണ്ട് തത് പ്രഷ്ടും, ഈ കാര്യത്തെക്കുറിച്ച് ചോദിക്കുവാൻ, തദനുജ്ഞയാ, ഈ ഋത്വിക്കുകളായ അവരോട് ചോദിച്ചു. കാരണം അവർ തുറന്നു പറഞ്ഞു, ഞങ്ങൾക്ക് എന്താണ് കാരണമെന്ന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട്
അവരോട് അനുവാദം ചോദിച്ചു. തദനുജ്ഞയ, അവരുടെ അനുവാദപ്രകാരം ഈ സദസ്യരോട് ചോദിക്കാനായിട്ട് വാചം വ്യസൃജത്, അതായത് വാക്കിനെ പുറപ്പെടുവിപ്പിച്ചു, മൗനം ഭഞ്ജിച്ചു. അതുവരെ മൗനമായിട്ട് ഈ യാഗം നോക്കിക്കാണുകയായിരുന്നു രാജാവ്. പക്ഷേ ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ ഈ ഋത്വിക്കുകളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്കറിയില്ല എങ്കിൽ ഞാൻ ഈ സദസ്യരോട് ചോദിക്കട്ടെ, എന്താണ് അവർക്കാർക്കെങ്കിലും ഇതിനെക്കുറിച്ച് വല്ലതും അറിയാമോ എന്ന്. അംഗോ ദ്വിജവച ശ്രുത്വാ യജമാനഃ സുദുർമനാ തത്പ്രഷ്ടും വ്യസൃജദുവാചം സദസ്യാസ്തദനുജ്ഞയ. 30-ാമത്തെ ശ്ലോകം. ന ആഗച്ഛന്തി ആഹുത ന ആഗച്ഛന്ത്യാഹുതാ ദേവ ന ഗൃഹ്ണന്തി ഗ്രഹാനിഹ സദസസ്പതയഃ സദസസ്പതയോ ബ്രൂത കിം അവദ്യം മയാ കൃതം. ആഹുതാഹ, ആഹുതി മന്ത്രത്താൽ ആഹ്വാനം ചെയ്യപ്പെട്ടിട്ടും വിളിക്കപ്പെട്ടിട്ടും ദേവാഹ ന ആഗച്ഛന്തി, ദേവന്മാർ ഇവിടെ വരുന്നില്ലല്ലോ. ഇഹ, ഇവിടെ അവർക്കായി വെച്ചിരിക്കുന്ന ഗ്രഹാൻ, സോമപാത്രങ്ങളെ ന ഗൃഹ്ണന്തി, അവർ സ്വീകരിക്കുന്നില്ല, എടുക്കുന്നില്ല. ഏ സദസസ്പതയഃ, സദസ്സിലിരിക്കുന്ന അല്ലയോ പണ്ഡിതന്മാരെ, ബ്രൂത പറയൂ, മയാ എന്നാൽ, കിം അവദ്യം എന്ത് ദോഷമാണ് കൃതം ചെയ്യപ്പെട്ടിരിക്കുന്നത്, എൻ്റെ എന്തെങ്കിലും കർമ്മദോഷം കൊണ്ടാണോ ഈ ദേവന്മാർ വരാത്തത്? നിങ്ങൾക്കാർക്കെങ്കിലും ഇതിനുത്തരം അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരൂ. നാഗച്ഛന്ത്യാഹുതാ ദേവാ ന ഗൃഹന്തി ഗ്രഹാനിഹ സദസസ്പതയോ ബ്രൂത കിമവദ്യം മയാ കൃതം. അപ്പോൾ ആ സദസ്സിലെ മുഖ്യന്മാർ സദസസ്പതയഃ ഊചുഹു, അവർ പറയുകയാണ്. 31-ാമത്തെ ശ്ലോകം. നരദേവ ഇഹ നരദേവേഹ ഭവതഃ ഭവതോ ന അഘം താവത് മനാഖ് താവന്മനാഖ് സ്ഥിതം അസ്ത്യേകം പ്രാക്തനം അഖം യത് ഇഹ ഈദൃക് യദിഹേദൃക് ത്വം അപ്രജഃ. ഹേ നരദേവ, നരന്മാരിലെ ദേവനായ അല്ലയോ രാജാവേ, ഇഹ താവത് ഈ ജന്മത്തിൽ, ഭവതഃ അങ്ങേക്ക്, അഖം ഒരു പാപം എന്നത്, മനാഖ് നസ്ഥിതം ഒരൽപ്പം പോലും പാപം അങ്ങീ ജന്മത്തിൽ ചെയ്തിട്ടില്ല. പക്ഷേ പ്രാക്തനം അങ്ങയുടെ മുജ്ജന്മത്തിലെ ഏകം അഖം ഒരു ദോഷം അസ്തി ഉണ്ട്. യത് ആ ദോഷം നിമിത്തം ഇഹ ഈ ജന്മത്തിൽ ത്വം അങ്ങ് ഈദൃക് ഇപ്രകാരം അപ്രജഃ സന്താനമില്ലാത്തവനായി തീർന്നിരിക്കുന്നു. ഇത് പലരുടെയും സംശയത്തിനുള്ള ഉത്തരമാണ്. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ ജന്മത്തിൽ ഞാൻ ഒരാൾക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ ഭഗവാനെ, എന്നിട്ടെന്താണ് എനിക്കിങ്ങനെ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇത്. ഈ ജന്മത്തിൽ നിങ്ങൾ ചെയ്തിട്ടില്ലായിരിക്കാം, പക്ഷേ ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കുന്നത് മുജ്ജന്മത്തിലെ പാപങ്ങളും പുണ്യങ്ങളുമാണ്. അതുകൊണ്ടാണ് നമ്മളായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ, വലിയ പുണ്യകർമ്മങ്ങളൊന്നും ചെയ്യാതെയും ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. പക്ഷെ അപ്പോഴൊന്നും ആരും ചോദിക്കാറില്ല, ഇതിന് മാത്രം പുണ്യമൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ എന്ന്. പക്ഷേ ദോഷം വരുമ്പോൾ മാത്രമാണ് എല്ലാവരും കുറ്റം പറയുന്നത്. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്, അങ്ങ് ഈ ജന്മത്തിൽ ഒരു പാപം പോലും ചെയ്തിട്ടില്ല ഈ നിമിഷം വരെ. പക്ഷേ കഴിഞ്ഞ ജന്മത്തിലെ ഒരു പാപം, അതിൻ്റെ ഫലമായിട്ടാണ് അങ്ങ് സന്താനമില്ലാത്ത ഒരവസ്ഥയിൽ ഇരിക്കുന്നത്.
നരദേവേഹ ഭവതോ നാഘം താവന്മനാസ്ഥിതം അസ്ത്യേകം പ്രാക്തനമഖം യദി ഹേ ദൃഗ്ത്വമപ്രജ. 32-ാമത്തെ ശ്ലോകം. തഥാ സാധയ ഭദ്രം തേ ആത്മാനം സുപ്രജം കുരു ഇഷ്ടഃ തേ ഇഷ്ടസ്തേ പുത്രകാമസ്യ പുത്രം ദാസ്യതി യജ്ഞഭുക്. ഇവിടെ ദൈവജ്ഞരായിട്ടുള്ള ജ്യോതിഷ പണ്ഡിതന്മാർ പറയുന്നത് പോലെ തന്നെ പറയുകയാണ്. മുൻപ് ഒരു പാപം ചെയ്തിട്ടുണ്ട് എന്ന ഒരു ചിന്ത ഉള്ളിൽ വന്നാൽ മാത്രമേ നമുക്കുള്ളിൽ ഒരു പ്രായശ്ചിത്തം തോന്നുകയുള്ളൂ. അല്ലാത്തിടത്തോളം നമ്മൾ സ്വയം ന്യായീകരിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ പാപമൊന്നും ചെയ്തിട്ടില്ല എന്നിട്ടും എനിക്കിങ്ങനെ വന്നു എന്ന് പറയുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ കുറ്റപ്പെടുത്തുന്നത് ഈശ്വരനെയാണ്. ഈശ്വരൻ ഒരു കാരണവുമില്ലാതെ എനിക്ക് ദ്രോഹം ചെയ്യുന്നു എന്ന് നമ്മൾ അറിയാതെ ഈശ്വരനെ കുറ്റപ്പെടുത്തുന്നതിന് തുല്യമാണ് അത്. അതിലും വലിയ പാപമാണ്. അതാരും ഓർക്കാറില്ല. അതുകൊണ്ട് ജീവിതത്തിൽ കഷ്ടങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചുകൊള്ളുക, മുജ്ജന്മത്തിൽ പാപം ചെയ്തിട്ടുണ്ട്, അതിന് യാതൊരു സംശയവും ഇല്ല. അല്ലെങ്കിൽ ഈശ്വരൻ ഒരു ക്രൂരൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ പക്ഷപാതി എന്ന രീതിയിൽ നമ്മൾ അംഗീകരിക്കുന്നത് പോലെ ആയിപ്പോകും. ഒരു കാരണവുമില്ലാതെ ഈശ്വരൻ ചില ആളുകളെ തിരഞ്ഞെടുത്ത് അവർക്ക് കുറെ ദുഃഖങ്ങൾ കൊടുക്കുന്നു, കുറച്ചാളുകൾക്ക് സുഖം കൊടുക്കുന്നു. അങ്ങനെ ആകുമ്പോൾ ഈശ്വരൻ ഒരു പക്ഷപാതിയാവില്ലേ? അതുകൊണ്ട് ഈശ്വരനെ നിന്ദിക്കുന്നതിന് തുല്യമാണ് സ്വയം താൻ തെറ്റ് ചെയ്തു എന്ന് അംഗീകരിക്കാതിരിക്കൽ. അങ്ങനെ ചെയ്യരുത്. അതുകൊണ്ട് നമുക്കറിയില്ല, നമ്മുടെ അജ്ഞാനം കൊണ്ട് നമ്മൾ അതൊക്കെ മറന്നുപോയിരിക്കുന്നു. പക്ഷേ കഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചുകൊള്ളുക. കഷ്ടം എന്ന് മാത്രമല്ല, ഇതുപോലെ കുട്ടികളില്ലാതിരിക്കുക, വിവാഹം മുടങ്ങുക, വിവാഹം നീണ്ടുപോവുക, വിവാഹം കഴിഞ്ഞിട്ടും അതിൻ്റെ ഒരു അനുഭവം ഇല്ലാതിരിക്കുക, അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കാറുണ്ട്. ജോലി കിട്ടാതിരിക്കുക, എല്ലാ അർഹതയുണ്ടായിട്ടും അതിനനുസരിച്ചുള്ള ജോലി കിട്ടാതിരിക്കുക, ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഉറപ്പിച്ചുകൊള്ളുക, ഇതൊക്കെ സംഭവിക്കാൻ മാത്രമുള്ള എന്തോ ഒരു പാപം ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഉള്ളിൽ ഒരു പ്രായശ്ചിത്തം തോന്നുന്നത്. അയ്യോ ഭഗവാനെ, ഞാൻ തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പാക്കണം, അതിനെന്നോട് ക്ഷമിക്കണം. എന്നിട്ട് വേണം നമ്മൾ അതിനുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്യാൻ. അതാണ് ഇവിടെ ഈ സദസ്യർ ഉപദേശിക്കുന്നത്. അങ്ങ് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ആദ്യം തന്നെ മനസ്സിൽ ഉറപ്പിക്കുക. അത് പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് പറയുകയാണ് തേ ഭദ്രം, പക്ഷേ ഇനിയെങ്കിലും അങ്ങേക്ക് നന്മ വരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. തഥാ, അതുകൊണ്ട് ആ ചിന്തയോടുകൂടെ കൂടുതൽ ആത്മാർത്ഥതയോടെ സാധയ, സാധനാരൂപത്തിൽ ഈ യജ്ഞം ചെയ്യുക. ആത്മാനം, അങ്ങയെ സുപ്രജം കുരു, സന്താനമുള്ളവനാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ഇനി പ്രാർത്ഥിക്കേണ്ടത് ഭഗവാൻ മഹാവിഷ്ണുവിനെയാണ്. അങ്ങനെ യജ്ഞഭുക്, യജ്ഞത്തിൽ അർപ്പിക്കുന്നതിനെയൊക്കെ അനുഭവിക്കുന്ന ആ ഭഗവാൻ വിഷ്ണു, ഇഷ്ടഃ, അങ്ങയാൽ ആത്മാർത്ഥമായിട്ട് യജിക്കപ്പെട്ടാൽ, ഇഷ്ടഃ എന്നാൽ യാഗത്തിലൂടെ അങ്ങയാൽ യജിക്കപ്പെട്ടാൽ, പുത്രകാമസ്യ, ഒരു പുത്രൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന തേ, അങ്ങേക്ക് പുത്രം ദാസ്യതി, പുത്രനെ തന്നുകൊള്ളുന്നതാണ്. അപ്പോൾ ആദ്യം മുജ്ജന്മത്തിൽ പാപം ചെയ്തിട്ടുണ്ട് എന്ന് അംഗീകരിക്കുക. എന്നിട്ട് അത്രയും ആത്മാർത്ഥതയോടെ ആ പാപത്തെ പോലും കഴുകിക്കളയത്തക്ക വിധത്തിലുള്ള സാധന ചെയ്യുക. എങ്കിൽ മാത്രമേ എന്ത് തടസ്സമാണോ ജീവിതത്തിൽ സംഭവിച്ചത് ആ തടസ്സം മാറിക്കിട്ടുകയുള്ളൂ. അങ്ങനെ ചെയ്യാനാണ് ഈ സദസ്യർ ഉപദേശിക്കുന്നത്. തഥാ സാധയ ഭദ്രം തേ ആത്മാനം സുപ്രജം കുരു
ഇഷ്ടസ്തേ പുത്രകാമസ്യ പുത്രം ദാസ്യതി യജ്ഞഭുക്. സാക്ഷാൽ ശ്രീഹരി തന്നെ വന്ന് ഈ യജ്ഞഭാഗത്തെ സ്വീകരിച്ചാൽ പിന്നെ മറ്റുള്ള ദേവന്മാർക്ക് വരാതിരിക്കാൻ സാധിക്കില്ല എന്നാണ് 33-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. തഥാ സ്വഭാഗധേയാനി ഗ്രഹിഷ്യന്തി ദിവൗകസഃ യത് യജ്ഞപുരുഷഃ സാക്ഷാദപത്യായ ഹരിഹി വൃതഃ ഹരിർവൃതഃ. തഥാ അങ്ങനെയാകുമ്പോൾ സ്വഭാഗധേയാനി അവരവർക്കുള്ള ഹവിർഭാഗങ്ങളെ ദിവൗകസഃ ദേവന്മാർ ഗ്രഹിഷ്യന്തി കൈക്കൊള്ളും. യത് എന്തെന്നാൽ സാക്ഷാത് യജ്ഞപുരുഷഃ തികച്ചും യജ്ഞമൂർത്തിയായ ഈ ദേവന്മാർ പോലും യജ്ഞം സ്വീകരിച്ച് നേരെ ഭഗവാന് തന്നെയാണ് കൊണ്ടു കൊടുക്കുന്നത്. അതേ ഭഗവാൻ നേരിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭഗവാന്റെ കൂടെ ദേവന്മാരും വന്നുകൊള്ളും. അങ്ങനെ യജ്ഞപുരുഷഃ ഹരിഹി യജ്ഞമൂർത്തിയായ ശ്രീഹരി അപത്യായ അങ്ങേക്ക് സന്താനത്തെ തരിക എന്ന ആ വരം തരാൻ വേണ്ടി വൃതഃ വരിക്കപ്പെട്ട് സമാഗതനാകുന്നതാണ്. അങ്ങ് അത്രയും ആത്മാർത്ഥമായിട്ട് സാക്ഷാൽ ശ്രീഹരിയെ തന്നെ പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്ക് ആ വരം തരാനായിട്ട് ഭഗവാൻ തന്നെ നേരിട്ട് വരുന്നതാണ്. അപ്പോൾ പിന്നെ ഈ ദേവന്മാരും വന്നുകൊള്ളും. തഥാ സ്വഭാഗധേയാനി ഗ്രഹിഷ്യന്തി ദിവൗകസ യത് യജ്ഞപുരുഷ സാക്ഷാദപത്യായ ഹരിർവൃത. 34-ാമത്തെ ശ്ലോകം. താൻ താംസ്താൻ കാമാൻ ഹരിഹി ദദ്യാത് യാൻ ഹരിർദദ്യാത് യാൻ കാമയത്തെ ജനഃ ആരാധിതോ യഥാ ഏവ ഏഷഃ യഥൈവൈഷ തഥാ പുംസാം ഫലോദയഃ. ജനഃ അതായത് വിശ്വാസികളായിട്ടുള്ള ഭക്തരായിട്ടുള്ള ആളുകൾ യാൻ കാമാൻ ഏതേത് അഭീഷ്ടങ്ങളെ കാമയത്തെ ആഗ്രഹിച്ചാണോ ഭഗവാൻ വിഷ്ണുവിനെ ആരാധിക്കുന്നത് താൻ അതാത് കാമനകളെ ഹരിഹി ഭഗവാൻ ശ്രീഹരി ദദ്യാത് നൽകുന്നതാണ്. ഏഷഃ ആ ഭഗവാൻ യഥായേവ ആരാധിതഃ എപ്രകാരം ആരാധിക്കപ്പെടുന്നുവോ പുംസാം മനുഷ്യർക്ക് ഫലോദയഃ ആ ഫലസിദ്ധിയും തഥാ അപ്രകാരമായിരിക്കും. അതായത് എത്രത്തോളം ആത്മാർത്ഥതയോടെ ശുദ്ധതയോടെ ഒരു സാധന ചെയ്യപ്പെടുന്നുവോ അതിനനുസരിച്ചായിരിക്കും അതിനുള്ള ഫലസിദ്ധി. അപ്പോൾ അവിടെയും നമ്മൾ ചെയ്യുന്ന വഴിപാടുകളോ പൂജകളോ ശരിയായ രീതിയിൽ ഫലിക്കുന്നില്ല എന്ന് തോന്നുന്നുവെങ്കിൽ അതിനർത്ഥം അവിടെ ചെയ്യുന്ന സാധനയിൽ എന്തോ ഒരു കുറവുണ്ട് എന്നാണ്. അല്ലെങ്കിൽ ഒരു ആത്മാർത്ഥതയ്ക്കൊരു കുറവുണ്ട്, നമ്മുടെ ഹൃദയശുദ്ധിക്കൊരു കുറവുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഫലസിദ്ധിക്കും കുറവ് വരും. അതേസമയം അത്രയും ശ്രദ്ധയോടെ ആത്മാർത്ഥതയോടെയാണ് ചെയ്യുന്നതെങ്കിൽ ആ ചെയ്യുന്നതിനനുസരിച്ച് ഫലസിദ്ധിയും വരുന്നതാണ്. താസ്താൻ കാമാൻ ഹരിർദദ്യാൻ യാൻ കാമയതേ ജന ആരാധിതോ യഥൈവേഷ തഥാ പുംസാം ഫലോദയ. 35-ാമത്തെ ശ്ലോകം. ഇതി വ്യവസിതാ വിപ്രാഹ തസ്യ വിപ്രാസ്തസ്യ രാജ്ഞഃ പ്രജാതയേ പുരോടാശം നിരവപൻ ക്ഷിപിവിഷ്ടായ വിഷ്ണവേ. ഇതി വ്യവസിതാഹ ഇങ്ങനെ നിശ്ചയിച്ചുറപ്പിച്ച വിപ്രാഹ ആ സദസ്യർ പറഞ്ഞതനുസരിച്ച് ഈ ഋത്വിക്കുകൾ തസ്യ രാജ്ഞഃ ആ രാജാവിന് പ്രജാതയെ ഒരു സന്തതി ഉണ്ടാകുവാൻ ക്ഷിപിവിഷ്ടായ
ഇവിടെ പശുക്കളെ ആ യജ്ഞത്തിലേക്ക് ഹോമിക്കാനായിട്ട് ഒരുക്കി നിർത്തും. അങ്ങനെ ഒരുക്കി നിർത്തുന്ന ആ പശുക്കളിൽ യജ്ഞരൂപത്തിൽ പ്രവിഷ്ടനായിരിക്കുക, പ്രത്യേകമായിട്ട് ഒരു ഭഗവാന് സമർപ്പിക്കാനായി വച്ചിരിക്കുന്ന പശുക്കളിൽ ഭഗവത് ചൈതന്യം കൂടിയിരിക്കുമെന്നാണ്. അതുകൊണ്ടാണ് അവിടെ ശിപിവിഷ്ടായ എന്ന് പറയുന്നത്. ആ ശിപിവിഷ്ടായ വിഷ്ണവേ, അങ്ങനെയുള്ള വിഷ്ണുവിനായിക്കൊണ്ട്, പശുക്കളിൽ യജ്ഞരൂപേണ പ്രവിഷ്ടനായിരിക്കുന്ന വിഷ്ണുവിനായിക്കൊണ്ട് പുരോടാശം നിരവപൻ. പുരോടാശം എന്നാൽ ഹവിസ്സിനെ പ്രത്യേകമായിട്ട് ഒരു സന്തതി ഉണ്ടാവുക എന്ന ആഗ്രഹത്തോടെ ഒരുക്കുന്ന ആ ഹവിസ്സിനെ ഒക്കെ അവിടെ ഒരുക്കം ചെയ്തു. നിരവപൻ എന്നാൽ ഒരുക്കം ചെയ്തു. ഇതി വ്യവസിതാ വിപ്രാസ്തസ്യ രാജ്ഞ പ്രജാതയേ പുരോടാശം നിരവപൻ ശിപിവിഷ്ടായ വിഷ്ണവേ. 36-ാമത്തെ ശ്ലോകം. തസ്മാത് പുരുഷഃ ഉത്തസ്ഥൗ ഹേമമാലി അമലാംബരഃ ഹേമമാല്യമലാംബരഃ ഹിരണ്മയേന പാത്രേണ സിദ്ധമാദായ പായസം. തസ്മാത് ഇങ്ങനെ ചെയ്തപ്പോൾ ആ അഗ്നിയിൽ നിന്ന്, യാഗാഗ്നിയിൽ നിന്ന്, ഹേമമാലി സ്വർണമാലയണിഞ്ഞും, അമലാംബരഃ നിർമ്മലമായ വസ്ത്രം ധരിച്ചും കൊണ്ട് ഒരു പുരുഷൻ, സിദ്ധം നന്നായി പാകം ചെയ്ത പായസവുമായിട്ട്, ആ പായസമാണെങ്കിൽ ഹിരണ്മയേന പാത്രേണ ഒരു സ്വർണപാത്രത്തിലാണ് ഉള്ളത്. അങ്ങനെയുള്ള പാത്രത്താൽ ആദായ അതിലെടുത്തിട്ട് ഉത്തസ്ഥൗ ആ യാഗാഗ്നിയിൽ നിന്ന് ഉയർന്നു വന്നു. അപ്പോൾ മനസ്സിന്റെ ഭാവന നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഉണ്ടാകണം എന്നുകൂടെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആദ്യം യാഗം ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടൊരു യാഗം എന്ന രീതിയിൽ ചെയ്തു. ആ സമയത്തൊക്കെ രാജാവ് സ്വയം താൻ വളരെ ശുദ്ധനായിട്ടുള്ള, ഒരു പാപവും ചെയ്യാത്ത ഒരാളാണ്, എനിക്ക് യാതൊരു ദോഷവുമില്ല എന്ന ആ സ്വാഭാവികമായ മനസ്സോടുകൂടെയാണ് ഇരുന്നത്. അതുപോലെ തന്നെ ഒരു പ്രത്യേകമായ പ്രാർത്ഥനയൊന്നും ചെയ്യാതെയായിരുന്നു ആ യാഗം ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തിൻ്റെ ആ പാപഫലമായിട്ട് ദേവന്മാർ വരാതിരുന്നത്. എന്നാൽ അങ്ങനെ ഒരു പാപം മുജ്ജന്മത്തിൽ ചെയ്തിട്ടുണ്ട് എന്ന് ആ പണ്ഡിതന്മാർ സൂചിപ്പിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ആ പാപത്തെക്കുറിച്ചൊരു ചിന്ത വരികയും, അതെന്താണെന്ന് അറിയില്ലെങ്കിലും എന്തോ ഒരു പാപം താൻ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഒരു മകൻ ജനിക്കാതിരിക്കാൻ മാത്രമുള്ള പാപമാണെങ്കിൽ തീർച്ചയായും അതൊരു കൂടുതൽ കുറ്റകരമായ പാപം തന്നെ ആയിരിക്കണം. അപ്പോൾ ഒരു പ്രായശ്ചിത്ത ചിന്ത മനസ്സിൽ വരും. എന്നിട്ട് അതെനിക്ക് ആ ഒരു തെറ്റിനെ ക്ഷമിക്കണമേ ഭഗവാനെ എന്ന ചിന്തയോടുകൂടെ കൂടുതൽ അനുഗ്രഹം തേടാനായിട്ട് മനസ്സ് പാകപ്പെടുത്തിക്കൊണ്ട് ചെയ്തപ്പോഴാണ് കാര്യങ്ങളൊക്കെ അനുകൂലമായി വന്നത്. ഇതുപോലെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് എങ്കിൽ ആദ്യം നമ്മൾ അത് അംഗീകരിക്കണം, എന്നിട്ട് ഉള്ളിൽ പ്രായശ്ചിത്തം ചെയ്യണം. ചെയ്യുക എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ തോന്നണം, എന്തോ കാര്യമായ തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്, അതിന് ഭഗവാനെ എന്നോട് ക്ഷമിക്കണം, അറിവില്ലാതെ അന്ന് ചെയ്തു പോയി, അത് ക്ഷമിക്കുക എന്ന് പറഞ്ഞിട്ട് പ്രത്യേകമായിട്ട് ആ ദോഷവും തീർക്കത്തക്ക വിധത്തിൽ ഭഗവാനെ എന്നിൽ പ്രസാദിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഓരോ വഴിപാടും കഴിക്കാൻ. എങ്കിൽ മാത്രമേ അത് പ്രയോജനപ്പെടുകയുള്ളൂ എന്ന് ഓർക്കണം. തസ്മാത് പുരുഷ ഉത്തസ്ഥൗ ഹേമമാല്യമലാംബര ഹിരണ്മയേന പാത്രേണ സിദ്ധമാദായ പായസം.
हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम राम हरे कृष्ण कृष्ण हरे राम हरे कृष्ण कृष्ण हरे राम हरे कृष्ण कृष्ण।